ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. മാത്രമല്ല, സാധാ അരി വേവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. 1 കിലോ ബോയിൽഡ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് 10 to 15 മിനിറ്റ്സ് നമ്മൾ സോക്ക് ചെയ്യണം. പിന്നെ അതിലേക്ക് വേണ്ടത് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ വലിയ കഷ്ണങ്ങളാക്കി, ഇപ്പം മന്തി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം. പിന്നെ അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രധാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 മാഗി ചിക്കൻ സ്റ്റോക്കും. നമുക്കിനി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു അറേബ്യൻ ഡിഷായത് കാരണം നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയോ അതേപോലെ നെയ്യൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോകും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കുക. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കുരുമുളക് എടുത്ത് വെച്ചതും, പിന്നെ ജീരകവും, അതേപോലെ തന്നെ ചതച്ച് വെച്ച ഇഞ്ചി, പിന്നെ നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു. ആ പച്ചമുളക് നമ്മളൊന്നും ചെയ്യുന്നില്ല, അതേപടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അതേപടി ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് സോട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേറെ മസാലകളൊന്നും തന്നെ ആവശ്യമില്ല. പിന്നെ ആഡ് ചെയ്തത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, സവാള, ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തക്കാളി വേണം, മല്ലിയില, പുതിന, ഗരം മസാല, ഇങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിലേക്ക് ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ശരിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വേറൊരു പ്രോസസ്സും കൂടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. അതായത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അവിടെ അരിയും കൂടെ ബോയിൽ ചെയ്ത് പാകത്തിലായി കിട്ടിക്കോളും. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒരു പിഞ്ച് മുളക് പൊടി മാത്രം ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആ വൈറ്റിഷ് കളറൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി എന്താ വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് സിമ്മോഡിലിട്ട് 15 മിനിറ്റ് വേവിക്കണം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഉണ്ടോ, ചിക്കനിൽ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഈ മന്തി തന്നെ പല രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ഈ ചിക്കൻ ഇങ്ങനെ ഇടുന്നതിന് പകരം ഫ്രൈ ചെയ്തിട്ടിട്ട് നോക്കും. പിന്നെ അതേപോലെ അതല്ലെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ ഇപ്പോൾ ഈ പ്രോസസ്സ് തന്നെ ഉള്ള ചിക്കൻ കോരിയിട്ട് അതിൽ മസാല തേച്ച് പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ഈ ചിക്കൻ്റെ വെള്ളത്തിൽ ബോയിൽ ചെയ്ത റൈസ് ഇട്ടിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്തതിൽ പിന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തോന്നിയത് ഈ മെത്തേഡാണ്. ഇനി നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മൾ ഈ റൈസ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റൈസിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടയരുത്, ഒരു 90% വേവ് ആയാൽ മതി. നമ്മളതിന് ഇനിയും തമ്മിൽ കിടക്കാനുണ്ട്, അപ്പോൾ അത് പാകത്തിനായിട്ട് വെന്ത് വന്നോളും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മന്തി റൈസിനും ചിക്കനൊക്കെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ചാർക്കോൾ കനലാക്കി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉടനെ തന്നെ നമ്മളത് സ്മോക്ക് കളയാതെ പാത്രം അടച്ച് വെക്കണം. എന്നിട്ട് അതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറക്കാൻ പാടുള്ളൂ. 10 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നമ്മൾ വളരെ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. എന്താ പറയുക, വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ കുറച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും ഭംഗി കിട്ടാനും കൂടി ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. റെഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. റൈസ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ല പോലെ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി മറിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ആ ചിക്കൻ്റെ ഫുൾ ഫ്ലേവർ റൈസിലേക്ക് എത്തി കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ചൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും രുചിയോട് കൂടി തന്നെ നമുക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. പിന്നെ കുറച്ച് മസാലകൾ മാത്രം ഉപയോഗിക്കുന്ന കാരണം കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ടൊമാറ്റോ ചട്നിയാണുള്ളത്. അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.